നമസ്കാരം. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഏതാൾക്കാരും ഇത് മുഴുവൻ കണ്ടിട്ട് ഇതിനൊരു അഭിപ്രായവും കമൻറ്റും ഒക്കെ പറയാവും. ഇന്ന് വൃശ്ചികം 1 എല്ലാ വൃശ്ചികം 1 തീയതി ഞാൻ പോയി മാലയിടുന്ന പോലെ ഇപ്രാവശ്യവും ഞാൻ രാവിലെ പോയിട്ട് അമ്പലത്തിൽ പോയി മാലയിട്ടു. മാലയിട്ടതും വ്രതമനുഷ്ഠിക്കാൻ പോകുന്നതും ഞാൻ ജീവിക്കുന്നതുമൊക്കെ ഒരു ഹിന്ദുവായിട്ടാണ്. അപ്പം നിങ്ങളൊക്കെ ചിന്തിക്കാം, ഈ ആധുനിക ലോകത്ത് മതമെന്ന് പറയുന്നത് വലിയ തെറ്റല്ലേ എന്ന്. നമ്മൾ മനുഷ്യർ സൃഷ്ടിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. പിന്നെ മതം പിന്തുടർന്നാൽ എന്താണ് പ്രശ്നം? മതത്തിന് ഈ സാമൂഹ്യ ജീവിതത്തിൽ അതിൻ്റേതായ ഒരു പ്രസക്തിയുണ്ട്. ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. ഞാൻ ജനിച്ചു വീണ മതം ഹിന്ദുവാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നതും ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ഒക്കെ ഹിന്ദു സംസ്കാരത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യാനിയുണ്ട്, എൻ്റെ അപ്പുറത്ത് മുസ്ലിമുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തളങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പോലെ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് ആര് കിടന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് പ്രതികരിക്കും. അതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും വിശ്വാസങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വിശ്വസിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും തന്നെയാണ് ഞാൻ എൻ്റെ മതത്തിൽ, ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നത്. ഈ മതമെന്ന് പറയുന്നത് ഒരു ഉപകരണമായിട്ടല്ല ഞാനീ പറഞ്ഞത്. ഞാൻ ഈ മതമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ ഒരു പ്രധാന തലമെന്ന് പറയുന്നത്, മതമെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടം വിശ്വാസത്തെ ചേർത്ത് പിടിച്ച് ഒരു സാമൂഹിക നന്മയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ നന്മയ്ക്കായി ചിട്ടപ്പെടുത്തിയ ഒരു സാമൂഹിക സാംസ്കാരിക സംവിധാനമാണ് മതമെന്ന് പറയുന്നത്. അതുപോലെ ഓരോ കൂട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ കൂട്ടങ്ങളെല്ലാം ചേർത്ത ഒരു കളക്റ്റീവായിട്ടുള്ള പേരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതം തെറ്റാണെന്നോ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നിടത്തല്ല എൻ്റെ മതം വിജയിക്കുന്നത്. ഈ മതങ്ങളെല്ലാം പരസ്പരം മത്സരിക്കാതെ, പരസ്പരം വെട്ടിക്കീറാതെ, ഉപകരണങ്ങളാക്കാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ മനുഷ്യജീവിതം വളരെ രസകരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ അതൊന്നും നമ്മൾ ആരും പാലിക്കുന്നില്ല. മറ്റൊരു കാര്യം, അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ 1 തീയതി ഞാൻ പോയി മാലയിട്ടു. ഈ മാലയിട്ടിട്ട് ഞാൻ ഒരു സങ്കല്പം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. ഈ മണ്ഡല വ്രതം എന്ന് പറയുന്നത് 48 ദിവസം എന്നാണ് പലരും പറയുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ശബരിമല സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 41 ദിവസമാണ്. ഈ 41 ദിവസം നമ്മൾ മറ്റൊരു പുറത്തുള്ള ഒരു ദൈവത്തിന് വേണ്ടി, അല്ല അയ്യപ്പന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ്, വ്രതം അനുഷ്ഠിക്കുക. വ്രതം എന്ന് പറഞ്ഞാൽ ഈ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് രാവിലെയും വൈകിട്ട് കുളിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു മണ്ഡലവ്രതം, അല്ലെങ്കിൽ ഏത് ആചാരവും അനുഷ്ഠാനമെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട്. 40 ദിവസം എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വ്രതമെന്ന് ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള ദൈവത്തിനല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. മനസ്സിനെയും ശരീരത്തെയും ചിന്തയെയും പ്രവൃത്തിയെയും വാക്കിനെയും എല്ലാം കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് ഒരേ രേഖയിൽ, ഒരേ ലൈനിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ 41 ദിവസം വ്രതം, മണ്ഡലകാലം എന്ന് പറയുന്നത്. എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ ഞാൻ ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതുപോലെ മനസ്സിനെയും ശരീരത്തെയും ചിന്തയെയും പ്രവൃത്തിയെയും ശരീരത്തെയും ഒക്കെ നേർരേഖയിൽ ശുദ്ധീകരിച്ച് കൊണ്ടുപോകാൻ ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല. എല്ലാ മണ്ഡലകാലത്തും ഞാൻ ശ്രമിക്കുകയാണ്. അതാണ് ഇപ്രാവശ്യം ഈ മാലയിട്ടതിൻ്റെ കാര്യം. അതാണ് ഈ ജീവിതകാലം മുഴുവന്, അല്ലെങ്കിൽ ഒരു വർഷം മുഴുവന് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിട്ട് ഈ എല്ലാം നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ട് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 41 ദിവസമെങ്കിലും, വർഷത്തിലൊരു 41 ദിവസമെങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ എന്നെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ 40 ദിവസം പോലും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, എൻ്റെ വാക്കിനെയും മനസ്സിനെയും പ്രവൃത്തിയെയും ചിന്തയെയും ശരീരത്തെയും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ മറ്റൊരാളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? മനുഷ്യനെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാളെ എങ്ങനെ എനിക്ക് ഉപദേശിക്കാൻ പറ്റും? ഒരു കുടുംബത്തിൻ്റെ നാഥനെന്ന് കരുതി എങ്ങനെ ജീവിക്കാൻ പറ്റും? എനിക്ക് എൻ്റെ കലയിലൂടെ എങ്ങനെ സമൂഹത്തെ ഉദ്ധരിക്കാൻ പറ്റും? ഒന്നും നടക്കില്ല. അതിനൊരു ശ്രമമാണ് ഇപ്രാവശ്യം ഞാൻ തുടങ്ങുകയാണ്. ഈ മാല ഇടുന്ന ചടങ്ങെന്ന് പറയുന്നത്, ഈ മാല ഒരു അലാമാണ്, ഒരു അലാറമാണ്. ഇത് കഴുത്തേലിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും, ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ജീവിക്കുക എന്നുള്ളതല്ല, ഓരോ സെക്കൻഡും, ഈ സെക്കൻഡ് ഞാൻ അടുത്ത സെക്കൻഡിലേക്ക് കടക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ഒരു പ്യൂരിഫിക്കേഷൻ നടന്നാണ് അപ്പുറത്തോട്ട് പോകേണ്ടത്. ഈ വ്രതം അനുഷ്ഠിച്ചാണ് അടുത്ത സെക്കൻഡിലോട്ട് പോകേണ്ടത്. അത് എപ്പോഴെങ്കിലും തെറ്റുമെന്ന് മനസ്സിൽ ചിന്ത വരാതിരിക്കാനുള്ള അലാറമാണിത്. ഇത് കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഇത് നമ്മൾ ഒരു സങ്കല്പം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സങ്കല്പം, ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡൈറ്റിയുടെ മുമ്പിൽ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ മാല ഇട്ടിട്ട് നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഈ മാല കഴുത്തേ കിടക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവൃത്തിയെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും എല്ലാം നേരെ കൊണ്ടുപോകുന്നു, ഞാൻ ഇത് തെറ്റിക്കില്ലെന്നുള്ളൊരു പ്രതിജ്ഞയോടുകൂടിയാണ് ഈ മാല ഞാൻ കഴുത്തിലിട്ട്. ഓരോരുത്തരും അങ്ങനെ വേണം കഴുത്തിടാൻ. അങ്ങനെ ഇട്ട മാലയാണിത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ചിന്തയിൽ പോലും നമുക്കൊരു മാലിന്യം കയറ്റാൻ പാടില്ല. എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാക്കി ഒരു പ്യൂരിറ്റിയുള്ള ഒരു 41 ദിവസമാണ് ഈ മണ്ഡല വ്രതകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ശ്രമമാണിപ്പോൾ. അങ്ങനെ ഞാൻ ഇന്ന് തുടങ്ങുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്നത് ഒരു മന്ത്രമൊന്നുമല്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വെച്ചാൽ ദൈവമേ, ഞാൻ ശരണം പ്രാപിക്കുന്നു, അഭയം പ്രാപിക്കുന്നു, എന്നെ കാത്തോളണേ എന്നാണ്. എല്ലാ മതങ്ങളും അത് തന്നെയല്ലേ പറയുന്നത്. എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടാം. പറ്റുന്നിടത്തോളം കാലം നമുക്ക് ജീവിതകാലം മുഴുവൻ സത്യസന്ധരാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ 40 ദിവസമെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് നമ്മളോട് സത്യസന്ധരായിട്ട് ഇടപെടാം. താല്പര്യപ്പെടുന്നവർക്ക് കൂടെ കൂടാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.